ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇടിയപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു മുട്ടക്കറിയും ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇടിയപ്പത്തിനായിട്ട് വറുത്ത അരിപ്പൊടിയാണ് ആവശ്യത്തിന് പൊടിയെടുത്തു. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ വെള്ളം നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെട്ടി തിളയ്ക്കണ വെള്ളം നമുക്കിനി ഇതിലേക്ക് ഒഴിച്ച് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആ വെള്ളം ഒഴിക്കണത് കാണിച്ചിട്ടില്ല, തിളച്ച വെള്ളം എടുത്തുകൊണ്ട് വന്നതല്ലേ. അപ്പോൾ ഇനി അത് അപകടം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ അത് വീഡിയോ എടുക്കാറുള്ളത്. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് പൊടിയിൽ എല്ലായിടത്തും ആവാൻ പാകത്തിന് നല്ല പോലെ മിക്സ് ചെയ്യണം. ഒരു സ്ഥലത്ത് പോലും ഈ വെള്ളം ചെല്ലാത്തതായിട്ടുണ്ടാവരുത്. എല്ലായിടത്തും വെള്ളം ചെന്ന് പൊടി നന്നായിട്ട് വാട്ടി കുഴച്ച പോലെയാക്കി എടുത്തിട്ട് മൂടി വെച്ചേക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ പിടിക്കാനുള്ളൊരു ചൂടാവുമ്പോൾ ഇതുപോലെ ഉരുളകളാക്കിയിട്ട് സേവനാഴിയിലിട്ടിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ കുറേ സമയം വെച്ചേക്കരുത്. അപ്പോൾ ഇങ്ങനെ പൊടി ഇങ്ങനെ കല്ലിച്ച് പോകുന്നതായിട്ട് പറയണം, ഹാർഡ് പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് വേഗം പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നോമ്പിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഈ പലഹാരത്തിനാട്ടോ നമുക്ക് ചിലവ് കൂടുതൽ. ഇപ്പോൾ ചോറൊന്നും അധികം ആരും കഴിക്കില്ല. അപ്പോൾ ഞാൻ കൂടുതലും ഇതുപോലെ ഇടിയപ്പമാണെങ്കിൽ ഇടിയപ്പം, പത്തിരി ആണെങ്കിൽ പത്തിരി, അതാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ ഇഡ്ഡലി തട്ടിൻ്റെ എല്ലാ പാത്രങ്ങളിലും പിഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ബാക്കി വന്ന മാവുണ്ടാവുമല്ലോ, അതും അപ്പം തന്നെ വേറെ പാത്രങ്ങളിലേക്ക് അല്ലെങ്കിൽ വാഴയിലേക്ക് വേഗം തന്നെ പിഴിഞ്ഞ് വെച്ചേക്കൂട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇത് വേവിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ട്രിപ്പ് അങ്ങനെ പിഴിയാൻ നിൽക്കില്ല. അപ്പോൾ സമയവും പോവും, പിന്നെ അത് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ നമുക്ക് സേവനാഴിക്കട ചാടി വരാനായിട്ട്. അപ്പോൾ ആദ്യത്തെ ഒറ്റ ചൂടിൽ തന്നെ ഇതെല്ലാം നമ്മളിതുപോലെ പിഴിഞ്ഞ് എടുത്ത് വെച്ചേക്കും. എന്നിട്ട് പിന്നെ ഇത് വേവായി കഴിയുമ്പോൾ ഈ തട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് വീണ്ടും വാഴയിലേന്നോ അല്ലെങ്കിൽ പാത്രത്തിലോ ആണെങ്കിൽ വെച്ചേക്കണത് തിരിച്ച് ഇതിലിട്ടിട്ട് വീണ്ടും വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇങ്ങനെ തന്നെ പിഴിഞ്ഞിട്ട് അതങ്ങനെ വേവിക്കാനായിട്ട് വയ്ക്കും കേട്ടോ. അപ്പം ഈ ചൂടോടുകൂടി തന്നെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് കഴിയുകയും ചെയ്യും. പിന്നെ ഇതിന് അതിൻ്റെ കൂടെ തന്നെ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് മുട്ട വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിലാണ് മുട്ട വേവിക്കാൻ വയ്ക്കണത്. ഞാൻ സാധാരണ മൺകലത്തിലാണ് വേവിക്കാറ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്നിപ്പോൾ കുക്കറിലാട്ടോ വേഗം വേവിക്കാനായിട്ട് വെച്ചത്. പിന്നെ ഈ മുട്ടക്കറി ഉണ്ടാക്കുന്നതും കുക്കറിൽ തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് വേറൊരു കുക്കർ, അപ്പോൾ മുട്ട വേവായിട്ട് തീ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. വേറൊരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 4 വലിയ സവാള തന്നെ എടുത്തിട്ടുണ്ട്. അത് ഈ വെളിച്ചെണ്ണയിലിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ സവാള വഴറ്റണ സമയത്ത് മുട്ടയെല്ലാം ഞാൻ കുക്കറിൻ്റെ ആവി കളഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കതിൻ്റെ തോട് കളഞ്ഞെടുക്കാൻ എളുപ്പത്തിന് പച്ചവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വാടി കഴിഞ്ഞ് കഴിയുമ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് പൊടികളൊന്നും വേണ്ട. ഒരു 1/4 മുതൽ 1/2 സ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ തികച്ച് വേണമെന്നില്ല, കുറച്ച് മല്ലിപ്പൊടി, അത്രയാണ് പൊടികളായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഗരം മസാല 1 സ്പൂണ് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും പൊടികൾ മതി. പിന്നെ ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയിട്ട് തക്കാളി, ഒരു വലിയ തക്കാളിയാണ്, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം, അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്കിപ്പോൾ ഡ്രൈ റോസ്റ്റായിട്ട് മുട്ട അങ്ങനെ ഡ്രൈ റോസ്റ്റായിട്ട് ഉണ്ടാക്കണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചിട്ട് കുക്കർ അടച്ചിട്ട് വിസിൽ അടുപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് ഇട്ടിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. ഇതിപ്പോൾ എനിക്ക് ഇടിയപ്പത്തിനൊരു ചാറ് ആയിട്ട് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കൂടുതൽ വെള്ളം ഒഴിക്കരുത്. ഇതിങ്ങനെ ഒരുപാട് വെള്ളം ഒഴിച്ചുണ്ടാക്കുന്ന ഒരു മുട്ടക്കറിയല്ല, കുറച്ച് വെള്ളത്തിലേ ഉണ്ടാക്കാവുള്ളൂ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഉപ്പിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചിട്ട് ഒരു 2 വിസിൽ
അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവിയെല്ലാം പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു ഗ്രേവി ആയിട്ടുണ്ടാവും. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വേപ്പിലയും മല്ലിയിലയും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ആട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ മല്ലിയില ഇല്ല. മല്ലിയിലയും വേപ്പിലയും ഇട്ടിട്ട് ഒരു നുള്ള് പഞ്ചസാരയും കൂടി ഇടണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല കുറുകിയ ഗ്രേവി, മുട്ട ഗ്രേവി റെഡി ആയിട്ടുണ്ടാവും. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഹോട്ടലുകളിലൊക്കെ ചെന്നിട്ട് മുട്ടക്കറി കഴിക്കില്ലേ, അതിനേക്കാളും ടേസ്റ്റാട്ടോ ഇതിന്. പിന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുട്ടകൾ ഇട്ട് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചേക്കാം. പിന്നെ നമുക്ക് സെർവ് ചെയ്യാൻ നേരത്ത് എടുക്കുമ്പോൾ നല്ല സൂപ്പർ മുട്ടക്കറി ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് ഇടിയപ്പമൊക്കെ റെഡി ആയത് ഞാൻ ആദ്യത്തെ ട്രിപ്പിനുള്ളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ അടുത്ത ട്രിപ്പ് വേവിക്കാനായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയത്താഴമൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഇത് തന്നെയാണ് കഴിക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ഉണ്ടാക്കണത്. അങ്ങനെ അതൊക്കെ റെഡിയാക്കി. പിന്നെ വേറെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ജ്യൂസ് ഉണ്ടാക്കിയതും സ്നാക്സും അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഒരുപാട് ലെങ്തി ആയി പോകണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഇടിയപ്പം മുട്ടക്കറി മാത്രമാണ്. അപ്പോൾ ഞാനത് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിൽ. അപ്പോൾ നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റിയ കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളും